പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പണ്ട് ഇന്ത്യ രാജ്യത്ത് മുനിമാരുണ്ടായിരുന്നു. ഹിമാലയ സാനുക്കളിൽ ചെന്ന് തപസ് അനുഷ്ഠിച്ചു ഇല്ലാത്ത വരങ്ങളൊക്കെ നേടി ആളെ കൊല്ലാനും എന്തെല്ലാം വരങ്ങളാണ്. അതിൻ്റെ കൂടെ ഒന്നാണ് ശപിക്കുക. ഇവരൊക്കെ ശപിച്ചു കളയും. ശപിച്ചാൽ കല്ലായി പോകും മനുഷ്യൻ. അത്രത്തോളം വീര്യം, കഴിവ്, പ്രാഗൽഭ്യം. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ശാപം എന്നുള്ളത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു തലതൊട്ടപ്പനാണ്. ഈ അന്ധവിശ്വാസം ഇസ്ലാം മതത്തെ വിട്ടുപോയില്ല എന്നുള്ളത്. നമ്മൾ ഈ അധ്യായത്തിൽ കാണാൻ പോകുന്നത് നബിയും അള്ളാഹു ശപിച്ച് നാശമായി പോയവയെക്കുറിച്ചാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ഒരാളെ ഭത്സിച്ചാൽ അയാൾക്ക് കേടുവരുമെന്ന് വിശ്വസിക്കാൻ അപാര തൊലിക്കട്ടിയൊന്നും പോരാ. ശരി, അതിരിക്കട്ടെ. നബിയും ശപിക്കും, അള്ളാഹു ശപിക്കും എന്നുള്ളത്. ശപിച്ചങ്ങ് നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. ആരൊക്കെയാണ്? ഒരു സ്ത്രീ തൻ്റെ മകൾക്ക് മീസിൽസ് പിടിപെട്ട് അവളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു. കുറച്ച് മുടിയേ ഉള്ളൂ, വിവാഹമൊക്കെ വരാൻ പോകുന്നു. അതുകൊണ്ട് കൃത്രിമ മുടി മാർക്കറ്റിൽ വാങ്ങിക്കാൻ അന്നും കിട്ടുമായിരിക്കും. വന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു കൃത്രിമ മുടി വയ്ക്കുന്നവരെ ശപിക്കണം. അള്ളാഹുവിൻ്റെ ജോലികൾ നോക്കണേ. ഏത് സ്ത്രീയാണ് മീസിൽസ് വന്ന് മുടി പോയത്? അവളൊക്കെ മുടി കൃത്രിമമായി വെച്ചു കഴിഞ്ഞാൽ കയറി അങ്ങ് ശപിച്ചു കളയും. അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മുടി വെച്ചാൽ ആർക്ക് എന്നാ കുഴപ്പം? അത് വെക്കണോ എന്ന് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവളാണെങ്കിൽ. സ്ത്രീകളുടെ കാര്യത്തിൽ ശാപത്തിൻ്റെ മലവെള്ളപ്പാച്ചിലാണ് അള്ളാഹുവിനെ നബിക്കുന്നത്. ഇവരങ്ങ് കൂട്ടത്തിൽ ഒരുപാട് ശപിച്ചു കളയും. ഏറ്റവും കൂടുതൽ ശാപത്തിന് വിധേയമായിട്ടുള്ളത് അവരെ പെറ്റു പ്രസവിച്ച് നൊന്തു വളർത്തിയ അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും എന്നുള്ളതാണ്. സ്ത്രീകൾ പച്ച കുത്തിക്കഴിഞ്ഞാൽ അതിൽ പരം ഒരു കാര്യം വേറെയില്ല. സഹീഹുൽ ബുഖാരിയിൽ 772-826 പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും സ്ത്രീകളെ പച്ച കുത്തിക്കളയരുത്. ഇന്ന് പച്ച കുത്തലൊക്കെ ഒരു എന്താ പറയുക, ഒരു ഹോബിയാണ്. എൻ്റെ ശരീരത്തിൽ അന്യർക്ക് ദോഷമില്ലാത്ത രീതിയിൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കെന്നിരിക്കെ ഇതിലൊക്കെ കയറി നബിയും അള്ളാഹു ശപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ശാപത്തിന് വിധേയമാകുന്ന വൻ കൂട്ടമുണ്ട്. ഇന്ന് ഏകദേശം 600-700 കോടി ആളുകൾ, അതിൽ 130 കാക്കമാരാണ്. ബാക്കി പോയാൽ ഇത്രയും ആളുകളെ അള്ളാഹു നബിയും പന്തയം വെച്ച് ശപിക്കും. നാശമുണ്ടായോ? ഉണ്ടാകുമോ? ഉണ്ടാക്കാൻ സാധിക്കുമോ? അതൊന്നും ചോദ്യം ചെയ്യരുത് കേട്ടോ. ഞങ്ങൾ ശപിക്കും, ശപിച്ചുകൊണ്ടേയിരിക്കും. സുനാൻ അബുദാവൂദ് 8435. ശാപത്തിൻ്റെ പോക്കുകൾ നോക്കി. ഒരിക്കൽ നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു തേള് വന്ന് കൊട്ടി. മരുഭൂമിയാണ്, അവിടെ തേളിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. ഉടനെ നബി എന്ത് ചെയ്തു? എന്നെ കൊട്ടിയ ഈ തേൾ, അതും എൻ്റെ നിസ്കാര വേളയിൽ അള്ളാഹുമായിട്ട് ഞാൻ ഹോട്ട് ലൈനിൽ നിൽക്കുമ്പോൾ, എൻ്റെ മോമിനികൾ അള്ളാഹുമായി ഹോട്ട് ലൈൻ വരാനുള്ള ഏക സംവിധാനമായ നിസ്കാര വേളയിൽ കൊട്ടിയ നീ തൊലഞ്ഞു പോകട്ടെ എന്ന് നബി തേളിനെ ശപിച്ചു. ഇന്ന് തേളിനെ കാണാൻ കിട്ടാനേ ഇല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അത് അന്യം നിന്ന് വന്നു പോയ നബിയെ കൊത്തിയത് കൊണ്ട്, നിസ്കാര വേളയിൽ കൊത്തിയത് കൊണ്ടുള്ള ഒന്നാണ്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇത് കടിച്ചാൽ മനുഷ്യൻ മരണപ്പെടുമോ? അതിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന സ്പീസീസ് അവയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ
മരണഭയം മനുഷ്യർക്ക് വേണ്ട എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി മരിക്കാം എങ്ങനെ? തക്ക സമയത്ത് ചില സ്പീഷീസ് കൊത്തിക്കഴിഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ഭാഗങ്ങളിൽ, അന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല കേട്ടോ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഇപ്പോൾ ഉണ്ടായതാണ്. അന്ന് കരിഞ്ചീരകവും പിന്നെ ഒട്ടകമൂത്രവും ഒക്കെ വെച്ച് തേള് കടിച്ചാൽ ചികിത്സിക്കാൻ പൊക്കഴിഞ്ഞാൽ ശപിക്കാതെ മറ്റു മാർഗമില്ല. ഇനി ഇന്നും പല മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. മുസ്ലിം രാജ്യങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. മാറ്റത്തിന് വിധേയമായി കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനൊക്കാത്തത് കൊണ്ട് സൗദി വരെ മാറി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കട്ടവൻ്റെ കൈവിട്ടണം. ആധുനിക സമൂഹത്തിൽ കുറ്റവാളിയെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ മനുഷ്യത്വപരമായിട്ടാണ്. എന്തുകൊണ്ട് കട്ടു? എന്തിന് കട്ടു? അവൻ്റെ മനോഭാവമെന്ത്? മനോനിലയെന്ത്? ഇതൊന്നും നോക്കുകയല്ല. കട്ടോ വാ വെട്ടും കൈതാ. ഇനി അല്ലാതെയും കൈവിട്ടാറുണ്ട്. നമ്മുടെ ഇവിടെ SDP കൈ ഒരു മാഷ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ, ജോസഫ് മാഷ് എന്നാണ് എൻ്റെ പേരെന്ന് തോന്നുന്നു. അവൻ്റെ കൈയും കാലും, ഇടം കൈയും വലം കാലും വെട്ടിയെടുത്ത് മാറ്റി. അവൻ ചത്തില്ല. കുണ്ഠിതമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. അങ്ങനെ കൈയും കാലും ഒക്കെ വെട്ടുന്നവർ മോഷ്ടിച്ചാലും വിട്ടു. വെട്ടൊരു സ്ഥിരം പരിപാടിയാണ്. അപങ്കുരം നടത്താവുന്ന ഒന്നാണ് ഈ വെട്ട്, കുത്ത് എന്നുള്ളത്. മുട്ട കട്ടാലും കയർ മോഷ്ടിച്ചാലും കൈവെട്ടും എന്നുള്ളതാണ്. എങ്ങനെ? അള്ളാഹു ശപിച്ചു വെട്ടും എന്നുള്ള. അതായത് മുട്ട ഇന്ന് 6 രൂപയോ 7 രൂപയോ വിലയുള്ള ഒരു സാധനം, ഏറിയാൽ 10 രൂപ വെക്കും. വളരെയധികം പ്രോട്ടീനുള്ളൊരു സാധനമാണ്. പണ്ടൊക്കെ അപൂർവമായിരുന്നു. ഇന്ന് കോഴികളെയൊക്കെ നമ്മൾ കൂട്ടിലിടച്ചു വളർത്തി ആവശ്യത്തിന് കശാപ്പ് ചെയ്ത് തിന്നാനും മുട്ട വാങ്ങിച്ച് സുലഭമായി മുട്ടക്കറി ഉണ്ടാക്കാനും ഇന്ന് സാധിക്കും. അന്ന് അതൊന്നും സാധിക്കുകയില്ല. കോഴിയെ അള്ളാഹു നബി ശപിച്ചിട്ടില്ല കേട്ടോ, അതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാര്യം നിസ്കാരത്തിന് സുബഹിക്ക് കൂകി വിളിക്കുന്നത് ഇവനാണല്ലോ, അതുകൊണ്ട് അവയെ അന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ മുട്ട കണ്ടാൽ കൈവെട്ടും. ഇനി കയറോ? ഇതൊക്കെ എന്താ കാണിക്കുന്നത്? അപര്യാപ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മുട്ട എന്ന് പറയുന്നത് വല്ല കോഴിയും വല്ലപ്പോഴും ഇട്ടാൽ കിട്ടുന്ന ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് അവയുടെ നഷ്ടം ഒരു പൗരൻ്റെ, ഒരു ജീവൻ്റെ ഒഴിവാക്കാനൊക്കാത്ത കൈ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി 881 791 ഇത്. ഇനി മദ്യമുണ്ടാക്കിയാൽ, വിറ്റാൽ, സഹായിച്ചാൽ, കടത്തിയാൽ, അതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല, എങ്കിലും രസാവഹമായതുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഞാൻ മദ്രാശിയിൽ മദ്യനിരോധനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ വിദേശികളായ കുറേ നമ്മുടെ ഗസ്റ്റുകൾ വന്നപ്പോൾ ഗസ്റ്റ് ഹൗസിൽ മദ്യം അനുവദിച്ചില്ല. ഇത് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അവരെ താക്കീത് നൽകുകയും ചെയ്തു. UAE-യിലൊക്കെ മദ്യം സുലഭമാണ്. ഇന്നിന് സൗദിയിൽ പോലും പോയിട്ട് വന്ന ആളുകൾ പറയുന്നത് കുടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാറ്റി കുടിക്കാം എന്നിരിക്കെ മദ്യം ഉണ്ടാക്കിയാൽ, സെർവ് ചെയ്താൽ, വിറ്റാൽ, സഹായിച്ചാൽ, കടത്തിയാൽ അള്ളാഹു ചുമ്മാ ഇരിക്കുകയല്ല, ശപിച്ചങ്ങ് മുടിപ്പിച്ചു കളയും. ഏതായത് സഹീഹ് ബുഖാരി 881 791 എന്നുള്ളതാണ്. അടുത്തത്, ഈ കൊഴുപ്പ് ജൂതന്മാർക്ക് ഹറാമാണ്. അവരെന്നാ ചെയ്തു? ഇതിനെ ഉരുക്കി സോപ്പാക്കി വിറ്റു. വസ്ത്രം കഴുകാനാണ് സോപ്പ് അന്നത്തെ ഒരു പ്രാകൃത വസ്തുവാണെങ്കിൽ തന്നെയും അവരതൊരു കണ്ടുപിടുത്തങ്ങളുടെ ഒരു രീതി എന്നിലക്കി. ഇതിൻ്റെ പേരിൽ അല്ലാതെ തന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളൊക്കെ ശപിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ചിരിക്കാതെ എന്തു പറയാൻ. സോപ്പുണ്ടാക്കി വിറ്റ ജൂതന്മാരെ അള്ളാഹു ശപിച്ചു എന്നാണ്. അതും സഹീഹുൽ ബുഖാരിയാണ്. 455 666 ഒരു ഓർമ്മിക്കാൻ പറ്റിയ. ഇനി
ഈ മുജാഹിദ് ജമാഅത്തുകാരൊക്കെ ഭീമാപ്പള്ളി, ഞാൻ ഭീമാപ്പള്ളിക്ക് അടുത്താണ് താമസിക്കുന്നത്, ഏകദേശം ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ ഏറിയാൽ 3 കിലോമീറ്ററിനകത്താണ്. ഞാൻ അവിടെ ഉത്സവം വരുമ്പോഴൊക്കെ കാണാനൊക്കെ പോകാറുണ്ട്, ഉത്സവ മനസ്ഥിതിയായി വെച്ച്. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ താമസിക്കുന്നുണ്ട്, അയാളെ കാണാനും ഞാനവിടെ പോവുക ചെയ്യും. അവിടെ ഈ പെണ്ണുങ്ങൾ വന്ന് ഖബർ സിയാറത്തൊക്കെ ചെയ്യും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുജാഹിദും ജമയൊക്കെ ഇതിനെ ശക്തിയുക്തം എതിർത്താലും ആന കയറുന്ന വിശ്വാസ വഴിയിൽ കൂടി ഇമ്മാതിരി പൂച്ചയൊക്കെ കയറിക്കഴിഞ്ഞാൽ വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര ശക്തിയുക്തം എതിർത്താലും അവിടെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും. വിശ്വാസം എന്ന ആന കയറുന്ന വാതിൽ നിങ്ങളുടെ മനസ്സിൽ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹു ശപിക്കുമെന്ന് നബി അരുളി ചെയ്തിട്ടുണ്ട്. ജമീ അൽ തിർമിദി 2-5-1056. ഇനി ഈ ഭർത്താവ് മരിച്ചാലോ, ഇന്ത്യയിലാണെങ്കിൽ സതി അനുഷ്ഠിക്കണം. രൂപ് കൻവാർ അവസാനം എൻ്റെ ഓർമ്മയിൽ 1980-78 കാലത്ത് മരിച്ചപ്പോൾ അവർ ചിതയിൽ എടുത്തു ചാടിയെന്നും എടുത്തെറിഞ്ഞു എന്നും വിവക്ഷയുണ്ട്, സ്വത്തുകൾക്ക് വേണ്ടിയിട്ട്. അതൊരു തന്ത്രമായിരുന്നു. അതിൻ്റെ പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം കിടക്കുന്നില്ല. അങ്ങനെ സ്ത്രീയുടെ സ്ഥാനം ഭർത്താവ് മരിച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ സ്ത്രീകളാണെങ്കിലോ സ്നേഹം കൊണ്ടും ദയ കൊണ്ടും വായ്പ കൊണ്ടും മാനവ ബന്ധം കൊണ്ടും തന്നോടൊപ്പം കഴിഞ്ഞ ഒരാൾ തന്നെ വിട്ടു പോകുമ്പോൾ ഇണയ്ക്കുണ്ടാകുന്ന പ്രയാസവും ദുഃഖവും വിവരണാതീതമാണ്. അവർ വാവിട്ട് കരയും. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നമുക്ക് നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവർ കരയുമെങ്കിൽ ഇങ്ങനെ കരഞ്ഞവരെ നമ്മുടെ ഈ വിദ്വാൻമാർ രണ്ടുപേരും പന്തയം വെച്ച് ശപിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ്. എന്ത് പിഴച്ചു എന്നാണ്. കരയാനും അവകാശമില്ലേ? ചിരിക്കാൻ അവകാശമില്ല. സ്ത്രീ ചിരിച്ചുകൂടാ, അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, വലമിടം തെളിഞ്ഞുകൂടാ, പുറത്തേക്ക് ഇറങ്ങിക്കൂടാ, മുഖം മറയ്ക്കണം, മുടി അങ്ങനെ കാണിക്കാൻ പാടില്ല. ഇല്ലാത്ത വിലക്കുകളുടെ പൊടിപൂരമാണെങ്കിൽ ദുഃഖം വന്ന് കരഞ്ഞാൽ പോലും വിട്ടുവെക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധയുടെ ആ ഒരു മൂർധന്യാവസ്ഥ ഒന്ന് നോക്കുകയും എന്താണ് ഈ മതം? വിശ്വാസികളൊന്ന് ആലോചിക്കുക. ഇത് സുനാൻ ഇബ്നു മജ 1-6-1585. ഭർത്താവ് മരിച്ച് അധികം ദുഃഖിച്ചാലും കരഞ്ഞാലും അള്ളാഹു അവളെ ശപിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതൊന്നും എല്ലാം ഞാനിവിടെ അതിൻ്റെ വള്ളിപുള്ളി വിടാതെ അതിൻ്റെ നമ്പരൊക്കെ പറയുകയാണ് കേട്ടോ. മരണക്കിടക്കയിൽ നബിയുടെ വർത്തമാനമൊക്കെ നമ്മുടെ സിംസാറിൽ ഹക്ക് ഹുദവി എന്ന വിദ്വാൻ നബിയുടെ മരണത്തെക്കുറിച്ചുള്ള നീണ്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വിശ്വാസം ഇല്ലാണ്ടിരുന്നിട്ട് പോലും കരയാൻ തോന്നിപ്പോയി. കാരണം അത്രത്തോളം വ്യവരിച്ചു, അങ്ങനെ ലോളിച്ചു നമ്മളെ മരണക്കിടക്കയിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന സാംബശിവനെക്കാളും കഴിവുള്ള വിദ്വാൻ സിംസാറിൽ ഹക്ക് ഹുദവി നബിയുടെ ആ ഒരു മരണം വിവരിച്ച് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെയും നബിസ്നേഹത്തിൻ്റെയും മാനവരിൽ മഹോന്നതനായ നബിയുടെ ആ ഒരു മരണക്കിടക്കയിൽ കിടന്നിട്ട് അദ്ദേഹം എന്നാ ചെയ്തത്? ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ശപിച്ചു. എന്തു പിഴച്ചു? അവർ തന്നെ വിശ്വസിച്ചില്ല, തനിക്ക് പാരവയ്ക്കാൻ തുനിഞ്ഞു. സ്വാഭാവികമാണ്. ഇസ്ലാമികളുടെ എന്തിനും നമ്മൾ മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചാണ് നമ്മൾ ജോസഫ് മാഷ്. അപ്പം വിശ്വാസത്തിനെതിരെ പറഞ്ഞു കഴിയുമ്പോൾ അവർ എതിർക്കുന്നവരെ ശപിക്കുക എന്നുള്ള രീതിയിൽ യുദ്ധം, വെട്ടിക്കൊല, പിന്നെ നാടുകടത്തൽ, ജസിയ വാങ്ങിക്കൽ, അങ്ങനെ ഒരുപാട് ചെപ്പടി വിദ്യകളൊക്കെ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ മരണക്കിടക്കയിൽ കിടന്നിട്ട് മറന്നുപോയാലോ, തുലഞ്ഞു പോട്ടിവന്മാരെന്ന് മരണക്കിടക്കയിൽ കിടന്നിട്ട്. ആരാ പറയുന്നത്? സഹീഹുൽ ബുഖാരി 4-55-660. പെണ്ണ് ആണിൻ്റെ സാൻഡൽ ചെരുപ്പ് ധരിച്ചാൽ അവളെ അള്ളാഹു ശപിക്കും.
എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇതൊക്കെ അള്ളാഹുവിനെയും നബിയെയും മുസ്ലിങ്ങളെയും മറ്റുള്ളവരെയും എങ്ങനെ ഒരു സ്ത്രീ തൻ്റെ കാലിൽ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ, ചെരുപ്പിടൽ ഇന്ന് അനിവാര്യമായ കാര്യമാണ്. ചെരുപ്പിടാത്ത ആളുകൾ വളരെ കുറവാണ്. 3-4 ലോകരാജ്യങ്ങളിൽ പോലും ഇന്ത്യയിൽ പോലും വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയിട്ടുണ്ട്. ഒന്നിലധികം ചെരുപ്പുള്ള ആളുകളാണ് കൂടുതൽ. കാറ് അതുപോലെ ഇപ്പം ചെരുപ്പ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെങ്കിൽ, ഒരു സ്ത്രീ ആണുങ്ങൾ ധരിക്കുന്ന ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവളെ ഈ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം കൽപ്പിച്ചുകൊണ്ട് അകറ്റി നിർത്തുന്ന ഒരു രീതി, ശപിച്ച് ശപിച്ച് ശപിച്ചു കൊല്ലുക, വിലക്കി വിലക്കി ഞെക്കുക. എന്ത് കാടൻ രീതിയാണത്! ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ. പെണ്ണ് ഒരു ആണിൻ്റെ ചെരുപ്പ് ധരിച്ചാൽ അള്ളാഹു അവളെ ശപിക്കണമെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ മനോനില, ധാർമ്മികത, സ്ത്രീ സമത്വ ബോധം, ഇതൊക്കെ നിങ്ങൾ സുനാൻ അബു ദാവൂദ് 34-40-88 ആണും പെണ്ണും അവരവരുടെ വസ്ത്രങ്ങൾ മാറി മാറി ധരിച്ച, അതിനാണ് നമ്മുടെ ഇബ്രാഹിക്കടം മരുമോയി മുജാഹിദ് ബാലുശ്ശേരി ഉസ്താദ് അദ്ദേഹം എന്നാ പറഞ്ഞു? ജീൻസ് ധരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. പറഞ്ഞിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. ധരിച്ചാൽ അള്ളാഹു അവളെ, ചെരുപ്പ് ധരിച്ചാൽ, മുടി വളർത്തിയാൽ, വസ്ത്രന്മാർ ധരിച്ചാൽ എന്തെല്ലാം ശാപങ്ങളാണ്! ഇനി ഈ ശപിക്കുന്നതിന് ഉപരി ഇവളൊക്കെ അതാണല്ലോ എൻ്റെ ഭാഷ്യം. നരകത്തിലേക്ക്, മഹ്ശറിലേക്ക് വന്നു കഴിഞ്ഞാലോ നേരെ നരകത്തിൻ്റെ വാതിൽ തുറന്നങ്ങ് തള്ളിയിടുകയാണ് കൂട്ടമായിട്ട്. നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നരകം കണ്ടപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. സ്ത്രീകളെ, നിങ്ങൾ ഫർദയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ നോക്കുക, ഫർദയിടാതെ നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങല്ലേ. കാരണം ശാപത്തിൻ്റെ ഹോൾസെയിൽ നിങ്ങൾക്കെതിരെ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് LGBT ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ആ കാലഘട്ടത്തിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ടില്ല, കുറ്റമല്ല. പക്ഷെ ഇന്നും അക്ബറാദി പ്രഭുതികൾ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളതേച്ച് വെളുപ്പിക്കാൻ വരുമ്പോഴുള്ള കഷ്ടം, സങ്കടം. സുനാൻ അബു ദാവൂദ് 33-40-87 ആണും പെണ്ണും മാറി മാറി വസ്ത്രം ധരിക്കരുതേ. ഖലല്ലാഹു അസ്സ വജൽ, ഇല്ല, ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞില്ല, നബി പറഞ്ഞതാണ്. ഇനി ഒരാളുടെ മകനായിട്ട് അഭിനയിക്കുകയോ മറ്റൊരാൾക്ക് ദാസ്യവേല ചെയ്യുകയോ ചെയ്യരുത്. പിന്നെ അപ്പം അല്ലാഹു ക്ഷമിക്കും. എന്താണിത്? എന്ത് പറയാനാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതേക്കുറിച്ച്? എന്തെങ്കിലും പറയാൻ പറ്റുമോ? സുനാൻ അബു ദാവൂദ് 33-40-87. ഇനി ഞാൻ ഒരു വീഡിയോ ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇസ്ലാം പ്രായോഗിക മതമല്ല എന്നാണ്. അതിന് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം പലിശയാണ്. ഈ ഇടയ്ക്കുണ്ടായ ക്ലബ് ഹൗസ് ചർച്ചയിലും ഞാൻ പങ്കെടുത്ത് ഇത് പറയുകയുണ്ടായി. ന്യായീകരണവുമായി ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ വന്നു. ഇസ്ലാമിക ബാങ്കും അതിൻ്റെ പരിപോഷണവും ഒക്കെ ആയിട്ട് ഭയങ്കരമായ കാര്യമായിട്ട് പറഞ്ഞ ആളുകളൊക്കെ വന്നു. പലിശ കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, അതിൻ്റെ കണക്കപ്പിള്ള സാക്ഷിയായി നിൽക്കുന്നവൻ, ഇവനൊക്കെ അള്ളാഹു ശപിക്കും. ഈ ശാപമൊക്കെ ഇവിടെ തൊലഞ്ഞു പോട്ടെ എന്നാണ്. നരകത്തിൽ വന്ന, മഹ്ശറിൽ വന്നാൽ നമ്മൾ നരകത്തിലേക്കാക്കും. അതുവരെ ക്ഷമിക്കാൻ ക്ഷമാശീലനായ, ദയാശീലനായ, കരുണാമയനായ, റഹ്മാനുർ റഹീമായ അല്ലാഹുവിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ബാലവിവാഹമോ, ഈ ആയിഷയുമായിട്ടുള്ള വിവാഹം, ഞാൻ ഈ കഴിഞ്ഞ സൺഡേ, ഇന്ന് ചൊവ്വ, ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഈ വിഷയം വന്നു.
ഞാനിവിടെ പറഞ്ഞത്, അതായത് നബിയുടെ വിവാഹം, നബിയുടെ യുദ്ധങ്ങൾ, ഇതൊക്കെ ചരിത്രവുമായി ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മളത് മുഖവിലക്കെടുക്കുന്നില്ല. ആധുനിക സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ലെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ഇതിനെ മാതൃകയാക്കി കൊണ്ടാടി ഇത് ചെയ്ത ഒരാളെ മാനവരിൽ മഹോന്നതൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. അവിടെയാണ് തർക്കത്തിൻ്റെ കാതൽ കിടക്കുന്നത്. അല്ലാതെ നബി ആയിഷ വിവാഹം കഴിച്ചാൽ എന്ത്, ആയിഷയുടെ ഞാൻ പറയുന്നില്ല. അപ്പം ബാലവിവാഹം തെറ്റല്ല. പലിശ വാങ്ങിച്ചാലും അത് ഭയങ്കര ശിക്ഷയാണ്, ഹറാമാണ്, ശാപത്തിന് വിധേയമാകും. സഹീഹുൽ മുസ്ലിം 10,3881. ഒരു യുദ്ധത്തിൽ ഒരു ഗോത്രവർഗം ഇദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളെ കൊന്നുകളഞ്ഞു. 1 മാസക്കാലം നിരന്തരമായി തുരുതുര നബി ഇവരെ ശപിച്ചുകൊണ്ടേയിരുന്നു. നോക്കൂ, 1 മാസം നബി ഒരു വിഭാഗത്തെ, ഒരു ട്രൈബിനെ, ആ മനോനില ഒന്ന് കണക്കാക്കി നോക്കൂ. തൻ്റെ അനുയായികളെ കൊന്നു. അവരോടുള്ള വിദ്വേഷം, ദേഷ്യം, പക, കോപം, അടങ്ങാത്ത വിരോധം, അതിൻ്റെ തെളിവാണ് ഈ ശപിച്ചു തീർക്കുക എന്നുള്ളത്. ഭർത്താവ് ലൈംഗികതയ്ക്ക് വഴങ്ങാതെ ഭർത്താവിനെ കോപം പിടിപ്പിക്കുന്നവളെ അല്ലാഹു സുബ്ഹാനഹു തആല മലായികങ്ങളെ അയച്ച് വെളുക്കുവോളം ശപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭാര്യമാരെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിന് കാരണമുണ്ട്. നബിയുടെ ഒരുപാട് ഭാര്യമാരെ പലരെയും മാറി മാറി വിളിച്ചപ്പോൾ ഒരു ദിവസം ചിലരൊന്നും വന്നില്ല. പല അസൗകര്യം കാണും അവർക്ക്. ഉഭയസമ്മതം എന്നുള്ളത് വേണ്ടല്ലോ, ഉഭയസമ്മതം ഇല്ലല്ലോ. ഞാൻ എൻ്റെ സമ്മതം, നീ കൃഷി സ്ഥലം വാ, പോവാം, ഒരു വഴിക്ക് പോയിട്ട് വരാം. അപ്പോഴാണ് ഇത് അദ്ദേഹം പറഞ്ഞത്, പൊന്നുമക്കളെ, എൻ്റെ ഭാര്യമാരെ, നിങ്ങളെ അല്ലാഹുവിൻ്റെ മലായികകൾ നേരം വെളുക്കുവോളം ശപിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന 21st സെഞ്ച്വറി, ഒരു സ്ത്രീയെ അവളുടെ ഇഷ്ടമില്ലാതെ ആധുനിക ബോധമുള്ള ഒരു മനുഷ്യൻ ലൈംഗികതയ്ക്ക് നിർബന്ധിക്കുമോ? ആവശ്യപ്പെടും, അപേക്ഷിക്കും. നിർബന്ധിക്കില്ല, താലോലിക്കും. നിർബന്ധം അവിടെ ഹറാമാണ്. പക്ഷേ ഇവിടെ അവൾ വഴങ്ങിയില്ലെങ്കിൽ ഇത് ദാമ്പത്യ ലൈംഗിക ബലാത്സംഗമായി വിലയിരുത്താവുന്ന ഒന്നാണ്. അവളെ ശപിച്ച് വശത്താക്കുന്ന ഈ വേല. ഇനി ശാപത്തിൻ്റെ കാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇപ്പം ഞാൻ ഒരാളെ ശപിച്ചു. ഈ ശാപം എന്ത് ചെയ്യും? നേരെ സ്വർഗത്തിലേക്ക് പോകും. ചെന്ന് മുട്ടും, ടങ് ടങ് ടങ്, തുറക്കുകയല്ല, നേരെ തിരിച്ച് ഭൂമിയിലേക്ക് പോയി വന്നിട്ട് ഇവിടുത്തെ വാതിലും അടച്ചിരിക്കും. ഇടത്തോട്ടും വലത്തോട്ടും സഞ്ചരിക്കും. നോക്കൂ ശാപത്തിൻ്റെ ശക്തി നോക്കൂ. എങ്ങനെ ശപിച്ചിട്ട് ഇത് നേരെ സ്വർഗത്തിൽ പോയി പ്രവേശനം കിട്ടാതെ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് നിരാശാകാമുകനായി ഇടം വലം അങ്ങോട്ട് പട്ടി ഓടുന്നവരെ ഓടിയിട്ട് അവസാനം ശപിച്ചവൻ്റെ മേൽ വന്ന് വീണ് അവനെ കൊല്ലാക്കൊല ചെയ്യുമെന്നുള്ള ഈ ശാപത്തിൻ്റെ ഈ ചിന്ത, പ്രാകൃതമായ മനോഭാവത്തിൻ്റെ മനുഷ്യർ എന്നോ മറന്നു കളഞ്ഞു. സ്വപ്നം പോലെ. സ്വപ്നവും അങ്ങനെയാണ്. സ്വപ്നം കണ്ടൊക്കെ ഒരുപാട് തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് എന്നും അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അതൊക്കെ മറ്റൊരു വിഷയം, മറ്റൊരു ദിവസത്തേക്ക് ചർച്ചയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇല്ലാത്ത ഒന്ന്, നടക്കാത്ത ഒന്ന്, തൻ്റെ ദേഷ്യത്തിൻ്റെയും കോപത്തിൻ്റെയും അടങ്ങാത്ത പകയുടെയും ബഹിസ്ഫുരമായി മനുഷ്യൻ ചെയ്യുന്ന, അതല്ല ഈ തെറി പറയും. അതുപോലെ മറ്റൊരു പ്രക്രിയയാണെങ്കിൽ ആ പ്രക്രിയയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തിരുനബിക്ക് പോലും സാധിച്ചില്ലെങ്കിൽ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ചെറുതായിട്ടൊന്ന് വിചിന്തനം ചെയ്യുക. ഇതിനകത്തുള്ള ലോജിക്, ശരികേട്
ഗതികേട്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.